ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുമ്പോൾ ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയന്റെ അവകാശം തിരിച്ചു നേടിയതിന്റെ ആഘോഷപൂർവമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയരുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും അതിർത്തി കടന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. 1947 ഇന്ത്യ സ്വതന്ത്ര രാജ്യം ആവുമ്പോൾ അതിന് പിന്നിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് ദേശസ്നേഹികളുടെ ചരിത്രമാണ് ഉണ്ടായിരുന്നത്. യൂറോപ്യൻ വൻശക്തികൾ വന്ന് നമ്മുടെ സമ്പന്നമായ ഇന്ത്യ 200 വർഷത്തോളം കൊള്ളയടിച്ച് നമ്മുടെ ഒന്നും ഇല്ലാണ്ടാക്കിയെങ്കിലും 79 വർഷം പിന്നിടുമ്പോൾ ഇന്ന് രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആയി മാറി. മോസ്റ്റ് സ്റ്റേബിൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യം, ലോകത്തിലെ 5th ലാർജസ്റ്റ് എക്കണോമി ഉള്ള രാജ്യം. മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ പദ്ധതികൾ ഒരുപാട് സ്റ്റാർട്ടപ്സിന് പ്രോത്സാഹനം നൽകി. രാജ്യത്തിന്റെ ലിറ്ററസി റേറ്റ് 12% നിന്ന് 77% ഉയർന്നു. ശാസ്ത്ര, സാമ്പത്തിക, വാണിജ്യ, കായികം ഇങ്ങനെ എല്ലാ മേഖലയിലും രാജ്യം മുന്നേറുകയാണ്. ചന്ദ്രയാൻ പോലത്തെ സ്പേസ് ഇന്നോവേഷൻ ഇന്ന് ലോകത്തിൽ തന്നെ ഇന്ത്യയെ മോസ്റ്റ് കപ്പാബിൾ രാജ്യമാക്കി മാറ്റി. നാനോത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. എന്നിരുന്നാലും ഉരുൾപൊട്ടൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ച് പോകുമ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും സൈന്യവും എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടു. ഭാരതത്തോടുള്ള സ്നേഹവും കൂറും നമ്മുടെ പ്രവർത്തികളിൽ പ്രകടമാക്കണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന വാക്യം ഹൃദയത്തെ ഏറ്റ് പറയാൻ നമുക്ക് സാധിക്കണം. ഇനിയും വാനോളം ഉയരട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും അന്തസ്സും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.